ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോയാൽ ഭഗവാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ച ഉടനെ, കൃഷ്ണന്റെ അവതാരം നടന്ന ഉടനെ തന്നെ ഭഗവാൻ ശംഖചക്ര കഥാരൂപം കാണിച്ചു. ഭഗവാന്റെ അവതാരം നടന്ന ഉടനെ തന്നെ അച്ഛനും അമ്മയും നോക്കുമുണ്ട്. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതി സുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഭഗവാൻ ഒരു നിമിഷം ശംഖചക്രകഥാരൂപത്തിൽ നിന്നോടെ. എന്തിനാണ് ഭഗവാൻ ശംഖചക്രകഥാരൂപത്തിൽ നിന്നത് എന്നാണെങ്കിൽ, ഇത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നിങ്ങളൊക്കെ ഭഗവാന്റെ ചതുർഭുജ രൂപം കാണാറുണ്ട്. ഈ ചതുർഭുജ രൂപത്തെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് ഇതെല്ലാം ചില തത്വങ്ങളുടെ പ്രതീകമാണെന്ന്. എന്താണ് ഈ ചതുർഭുജ രൂപം എന്നാൽ? പുരുഷാർത്ഥത്തിൻ്റെ പ്രതീകമാണ് ചതുർഭുജം. ഓർത്തോണം, പുരുഷാർത്ഥം, സനാതനധർമ്മത്തിൻ്റെ കാതലായ വശമാണ് പുരുഷാർത്ഥം. ഈ വാക്ക് നിങ്ങൾ നാരായണീയത്തിൽ കാണും, 1-ാമത്തെ ശ്ലോകത്തിൽ കാണും. 1-ാമത്തെ ശ്ലോകം ചൊല്ലു എല്ലാവരും. സാന്ദ്രാനന്ദാഭബോധാത്മകമനുപമിതം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥം. പുനരുരു പുരുഷാർത്ഥം. ഇപ്പൊ പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷാർത്ഥം എന്നാൽ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാണ് പുരുഷാർത്ഥം. എന്താണ് പുരുഷാർത്ഥം? ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെയാണ് പുരുഷാർത്ഥം എന്ന് പറയാം. ഇപ്പൊ ധർമാർത്ഥ കാമ മോക്ഷം ഒന്ന് പറയൂ എല്ലാവരും. ഇത് നമ്മൾ ഹിന്ദു സമൂഹത്തിന് വ്യക്തമായൊരു ബോധമുണ്ടാവണം. എന്താണ് ധർമാർത്ഥ കാമ മോക്ഷം? അതിലാദ്യത്തേതാണ് ധർമ്മം. ധർമ്മത്തിൻ്റെ പ്രതീകമാണ് ശംഖ്. ഭഗവാന്റെ കയ്യിലുള്ള 4 സാധനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇടത് കയ്യിൽ ശംഖ്, താഴെ ഗദ, വലത് കയ്യിൽ താഴെ താമര, വലത് കയ്യിൽ മുകളിൽ ചൂണ്ടുവിരലിൽ ചക്രം, സുദർശന ചക്രം. അങ്ങനെയല്ലേ? ആണോ? ഈ ശംഖ് എന്തിൻ്റെ പ്രതീകമാണ്? ധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പരമമായ ധർമ്മമാണ് അനുഷ്ഠാനം, മന്ത്ര അനുഷ്ഠാനം. അതുകൊണ്ട് ഈ ശംഖ് പ്രതിനിധാനം ചെയ്യുന്നത് വേദത്തെയാണ്, അല്ലെങ്കിൽ പ്രണവത്തെയാണ്. ശംഖ് വിളിച്ചാൽ ഏത് ശബ്ദം വരിക? ഓംകാര ശബ്ദം വരും. ഇപ്പം ദിവസവും മന്ത്രാനുഷ്ഠാനം നമ്മുടെ ജീവിതത്തിൽ വേണം. അനുഷ്ഠാനങ്ങളില്ലാതെ ഒരിക്കലും ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. നിങ്ങൾക്ക് മനോബലം വേണോ, നിങ്ങൾക്ക് മനസ്സിന് ഏകാഗ്രത വേണോ, മനസ്സിന് സന്തോഷം വേണോ എങ്കിൽ ദിവസവും കൃത്യമായ അനുഷ്ഠാനം വേണം. അതാണ് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്. കാലത്ത് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിതാ സഹസ്രനാമവും ചൊല്ലുന്ന ഒരു സംസ്കാരം നമുക്ക് രൂപപ്പെടുത്തിയാലേ അതാണ് നമ്മുടെ പരമമായ ധർമ്മം. ഏതാ പരമധർമ്മം? യഥോ ഭക്തിരടോക്ഷജേ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 2-ാം അധ്യായത്തിൽ 6-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഏറ്റവും പരമമായ ധർമ്മം യഥോ ഭക്തിരതോക്ഷജേ അഹൈതുക്യ പ്രതിഗത ആത്മാ സംപ്രസീദതി. ഏറ്റവും പരമമായ ധർമ്മം ഡെയിലി നമ്മുടെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് നടക്കുകയാണ്. സമയമില്ല എന്നൊരിക്കലും പറയരുത്. കാരണം നിങ്ങൾക്ക് ഏകാഗ്രത വേണോ? ജപിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് മനോബലം വേണോ? ജപിക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മനസ്സിന് പരിവർത്തനമുണ്ടാക്കുന്ന അനുഷ്ഠാനങ്ങൾ നമ്മൾ കൃത്യമായി ഉറക്കെ പറയൂ നിങ്ങൾ കൊണ്ട് നടക്കണം. അനുഷ്ഠാനം വേണം. ഇത് നമ്മൾ എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നെല്ലാവരും ഒന്ന് അക്ഷീണം പ്രവർത്തിക്കണം. മനസ്സിലായില്ലേ? ഒരു കാര്യം നിങ്ങൾ നോക്കൂ, അത് വളരെ സത്യമാണത്. നേരത്തെ
ആദരണീയനായ നമ്മൾ ആദരിച്ച അധ്യാപകരിൽ പ്രധാനിയായിട്ടുള്ള മാഷ് നമ്മളോട് പറയണ്ടായി, എന്താണ് ഗുരുത്വമില്ലെങ്കിലുണ്ടാകുന്ന നാശങ്ങളെക്കുറിച്ച്. ഒരു ഗുരുവിനെ വന്ദിക്കേണ്ട സമയത്ത് വന്ദിച്ചില്ല എങ്കിൽ അത് പിന്നീട് അവനവന് തന്നെ ഒരു നാശത്തിലേക്ക് അങ്ങനെയുള്ള ബ്രഹ്മഹത്യ ദോഷം പോലുള്ള ഒരു ബ്രഹ്മരക്ഷസായി വന്നു എന്നുള്ള കഥ പറഞ്ഞത്. ഇത് സത്യമാണത്. ഗുരുത്വമില്ലാത്ത രാഷ്ട്രീയം പോലും ഭാരതത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാണാം. ഗുരുത്വമില്ലാത്ത രാഷ്ട്രീയവും ഉണ്ടാവില്ല, ഗുരുത്വമുണ്ടാവാത്ത വ്യക്തിയും ഉണ്ടാവില്ല. കാലം അവരൊക്കെ അങ്ങനെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ നോക്കൂ, ഭാരതത്തിൻ്റെ സനാതന ധർമ്മം, ഇവിടെ ശ്രീരാമസ്വാമി എന്ന് പറയുന്നൊരു അവതാര പുരുഷൻ എത്ര കാലമാണ് അയോധ്യയിലെ രാമനെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവിടെ ഒരു പള്ളി ഉണ്ടാക്കി അതിനെ എത്രയോ സംരക്ഷിക്കാൻ രാഷ്ട്രീയക്കാരെ കെണിഞ്ഞ് പരിശ്രമിച്ച് അവസാനം സുപ്രീം കോടതി ഒന്നടങ്കം പറഞ്ഞു അത് രാമജന്മഭൂമിയാണ്. ഈ രാഷ്ട്രീയക്കാർ ഇത്രയും കാലം എന്തിനു വേണ്ടി നടന്നോ അതൊന്നും നടന്നില്ല. അതിന് നിമിത്തമായി തീർന്നത് നോക്കൂ നിങ്ങൾ, കേരളത്തിൽ ജനിച്ച ഒരു കെ മുഹമ്മദ് ഒരു നിമിത്തം. എല്ലാവരും ഒരുപാട് ആളുകളുണ്ട്. കെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ആർക്കിയോളജിക്കൽ ഇതിൽ പണിയെടുത്ത ഒരാളും കൂടിയാണ്. കാരണം അവിടെ ഖനനം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗമായിരുന്നു. മനസ്സിലായില്ലേ? ഇതുപോലെ രാമഭദ്രസ്വാമികൾ കണ്ണു കാണില്ല, അന്ധനാണ് അദ്ദേഹം വായിക്കാത്ത പുസ്തകവും ഇല്ല, എഴുതാത്ത പുസ്തകമില്ല, അത്രയും പണ്ഡിതനാണ്. പല പുസ്തകങ്ങളും റഫർ ചെയ്ത് ഈ പുസ്തകത്തിൽ ഇത്ര കാലം എഴുതിയ പുസ്തകത്തിൽ ഇന്ന പേജിൽ ഇതുണ്ടെന്ന് സുപ്രീം കോടതി വളരെ അപ്രീഷിയേറ്റ് ചെയ്തു. ഇത്രയും അറിവോ സ്വാമിജിക്ക്. ഈ തരത്തിൽ പലരുടെയും കോൺട്രിബ്യൂഷൻ കൊണ്ട് അവസാനം സുപ്രീം കോടതി പറഞ്ഞു അവിടെ ഒരു പള്ളിക്കും ഒന്നിനും യാതൊരു യോഗ്യതയില്ല. അതിൻ്റെ ഒരു കാര്യം നോക്കൂ നിങ്ങൾ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ആദ്യത്തെ കലക്ടറായിരുന്നു ശ്രീ കെ നായർ എന്ന് പറയുന്ന ആള്. കെ നായർ എന്നൊരു മലയാളിയായിരുന്നു ആദ്യത്തെ അവിടുത്തെ കലക്ടർ. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് രാമായണം വായിക്കുകയും ഒക്കെ കൊണ്ടു നടന്നൊരു കുടുംബത്തിലുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് പള്ളിയുടെ ഒരു മുറിയിൽ രാമലാലയുടെ ആ വിഗ്രഹം കൊണ്ടുവച്ചത്. അതിലുള്ള ഗഡ്സ് കാണിച്ച മഹാനായിരുന്നു ആര്? ഈ കെ നായർ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു പറയാം, അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. അദ്ദേഹം അവിടുത്തെ MP ആയി, അദ്ദേഹത്തിൻ്റെ ഭാര്യ MP ആയി, അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ MP ആക്കി. ഇന്നും നിങ്ങൾ അയോധ്യയിലേക്ക് പോകുന്ന സ്ട്രീറ്റിൻ്റെ പേര് കെ നായർ റോഡ് എന്നാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഇത് നോക്കൂ, എത്രയോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് പോലും അവരദ്ദേഹത്തിനെ തഴഞ്ഞു നോക്കി. പക്ഷേ ഇപ്രാവശ്യം രാമജന്മഭൂമിയുടെ ആ ഉദ്ഘാടന വേളയിൽ അദ്ദേഹത്തിൻ്റെ മക്കളെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആദരിക്കുന്നത് കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചു. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ജവഹർലാൽ നെഹ്റു സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടോ താനീ ചെയ്തതൊക്കെ കാലം മാറ്റിക്കളയുന്നുള്ളത്? അപ്പം ചില സത്യങ്ങളെ, ധർമ്മങ്ങളെ ആരെതിർത്ത് നിന്നാലും കാലം ഇതെല്ലാം മാറ്റി തിരിച്ചു കൊണ്ടുവരും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. എനിക്ക് ഈ കേരളത്തിലുള്ള നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ എങ്ങനെയെങ്കിലും ഈ ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊന്ന് പരിശ്രമിക്കേണ്ടതാണ്. കാരണം ഇതൊരു വലിയൊരു വീഴ്ചയിലേക്ക് ഇന്നത്തെ ഈ രാഷ്ട്രീയവും ഇന്നത്തെ ചുറ്റുപാടും ഇന്നത്തെ ഈ സാഹചര്യങ്ങളും കുട്ടികളെ വളരെയധികം ഒരു വലിയ വേലിയേറ്റത്തിൽപ്പെട്ട കുട്ടികളെപ്പോലെ അവരങ്ങനെ പോവുകയാണ് നമ്മളിൽ നിന്ന്. അമ്പലത്തിലൊക്കെ വരുന്നുണ്ട്, തൊഴുന്നുണ്ടെങ്കിലും നാമജപ സംസ്കാരം നമ്മുടെ കുട്ടികളിൽ വളരെ അവർക്ക് പറയൂ കുറവാണ്. ഒരു മാറ്റം ഉണ്ടാവും. അത് ഒരു വ്യക്തിക്കോ രണ്ടു പേർക്കോ സാധിക്കുന്നതല്ലത്. അതിനൊരു കൂട്ടായ പരിശ്രമം വേണം, അക്ഷീണം പ്രവർത്തിക്കണം. എന്തായാലും നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നല്ലതൊക്കെ ചെയ്തു വെച്ച് പോവല്ലേ നല്ലത്? ആണോ? വേണ്ടയോ? അപ്പോൾ ഒരു 10 പേരിലേക്കെങ്കിലും ഈ ഒരു സംസ്കാരത്തെ നിങ്ങളൊന്നും വേണ്ട, നമുക്ക് ഈ വിഷ്ണു സഹസ്രനാമവും ബാക്കിയൊക്കെ ഇങ്ങോട്ട് വന്നോളും. ബാക്കി പിന്നീടൊക്കെ ഗീതയും ഭാഗവതമൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഒരിക്കൽ ഈ ലൈനിലേക്ക് വന്നാൽ
പിന്നൊരു മറ്റൊരു ലൈനിലേക്ക് അവർക്ക് അങ്ങനെ ആകർഷണം തോന്നുകയില്ല. മനസ്സിലായില്ലേ? ലഹരിക്കുള്ള ഏറ്റവും നല്ല മരുന്ന് നാമലഹരി ഉള്ളിൽ കയറിയാൽ മറ്റ് ലഹരിയുടെ സ്വാധീനം ഒരിക്കലും പറയൂ ഉണ്ടാവില്ല. നിങ്ങൾ നോക്കൂ, ഗവൺമെൻറ് എത്രമാത്രം ലഹരിക്ക് വിരുദ്ധമായി പ്രസ്താവന നടത്തിയാലും ഒരു സത്യം ഞാൻ പറയാം, അവരേ ഇതിൻ്റെ വിൽപ്പനക്കാരായി മാറുകയാണ്. ഈ ലഹരിക്കെതിരെ നിൽക്കുന്നവർ തന്നെ അവരെ രണ്ടടിച്ചിട്ടാണ് ഇതിൻ്റെ. നിങ്ങൾ നോക്കൂ എത്ര അപഹാസ്യമാണത് എന്നുള്ളത്. ആണോ അല്ലയോ? ഇതിനെതിരെ നിൽക്കുന്നവൻ്റെ കാറിൽ നിന്ന് പിടിക്കുന്ന ലഹരിയാണ്. പിന്നെ എന്ത് ലഹരി വിരുദ്ധാമം പറയണത്? ഒരു വശത്ത് ഗവൺമെൻറ് ലഹരിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു, വേറെ വശത്ത് ലഹരി പ്രൊമോട്ട് ചെയ്യുന്ന മദ്യത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇത് കുടിപ്പിച്ചിട്ടുള്ള പൈസ കൊണ്ടാണ് ശമ്പളം കൊടുക്കുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾ? ഇവർക്കൊക്കെ എന്ത് ധാർമ്മികതയിൽ പറയാൻ പറ്റും? മനസ്സിലാവേണ്ട നിങ്ങൾക്ക് ഇതിലൊരു മാറ്റം ഉണ്ടാക്കണ്ടേ? വേണോ വേണ്ടയോ? അതിനൊരു കൂട്ടായ പരിശ്രമം വേണം. അതാണ് കർമായ നിർമ്മാണ ശ്രീ. നിർമ്മാണ കർമായ ശ്രീ എന്നാണ്. ഒരുമിച്ച് നിർമ്മാണങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് കൂട്ടായ പ്രവർത്തനം വേണം. ഇതിന് കൃഷ്ണൻ വിളിക്കുന്നത് യജ്ഞം എന്നാണ്. എന്താണ്? സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാഗ പ്രജാപതി അനേന പ്രസവിഷ്യത്വം. 3-ാം അധ്യായം ഗീത 11-ാം ശ്ലോകം. ഗീത 3-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകത്തിൽ പറയുന്നു, സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യത്വം ഏഷവോത്തിഷ്ടകാമതക്ക്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമുക്ക് മാറ്റിമറിക്കാൻ എന്തേ വേണ്ടു? സഹയജ്ഞ, സഹവർത്തിത്വത്തോടു കൂടിയിട്ടുള്ള യജ്ഞം. അപ്പോഴെന്തായി? അതൊരു കാമധേനുവായി മാറുന്നതാണ്. കാമധേനു എന്ന് പറഞ്ഞാൽ എന്താവശ്യപ്പെടുന്നു അത് തരാൻ കഴിയുന്ന ഒരു പശുവിൻ്റെ പേരാണ് ഏഷവോ ഉത്തിഷ്ട കാമതക്കെന്നാണ്. അതൊരു കാമധേനുവായി മാറുന്നു. അപ്പോൾ അതിലുണ്ടാകുന്ന ആ ഒരു വൈബ്രേഷൻ, പോസിറ്റീവ് വൈബ്രേഷൻ, അതിലുണ്ടാകുന്ന ഒരു കണക്ഷൻ, അതിലുണ്ടപ്പോൾ വൈഫൈ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈൻ കണക്ഷൻ, അത് ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്പ് കുട്ടികളിലൊക്കെ ഒരു വലിയ കോൺഫിഡൻസ് അതുണ്ടാക്കും, ഒരു ഓറയതുണ്ടാക്കും. മനസ്സിലായില്ലേ? അവരിലൊരു കവചം അത് സൃഷ്ടിക്കും, ഒരു നാരായണ കവചം സൃഷ്ടിക്കും. അത് അവരുടെ ജീവിതത്തെ തന്നെ സംരക്ഷിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു സംരക്ഷണ വലയമായി ഉറക്കെ പറയൂ മാറും. വേണോ വേണ്ടയോ? അതാണ് ഈ ഭഗവാന്റെ ശംഖിൽ നിന്നും പഠിക്കുന്നത്. അമ്പലം തുറക്കുന്നതിന് മുമ്പ് ആദ്യം ശംഖ് വിളിച്ചുകൊണ്ടാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മന്ത്രത്തെയാണ്, നാമത്തെയാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാമസങ്കീർത്തനമാണ്. ഏതാണ്? നിങ്ങൾ ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്. നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോയാൽ ഭഗവാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്? നാമം ജപിക്കുന്ന മനസ്സാണ് ഭഗവാന് വേണ്ടത്. നാമമില്ലാതെ നിങ്ങൾ വെറുതെ തൊഴുതു പോയാൽ ഭഗവാൻ നിങ്ങളെ അവഗണിക്കും, ഭഗവാൻ നിങ്ങളെ കണക്കാക്കില്ല. അതുകൊണ്ട് നാമസ്മരണം, നാമസങ്കീർത്തനം, മനസ്സിലായില്ലേ? ഭാഗവതത്തിലും ഗീതയിലും ആവർത്തിച്ച് പറയുന്നതാണ് ഇത്. ഉറക്കെ പറയണം, നാമസങ്കീർത്തനം. ഇത് നമ്മൾ മനസ്സിലാക്കി പ്രചരിപ്പിക്കണം. രണ്ടാമത്തതാണ് ഗത. ഗത കർമ്മത്തിൻ്റെ പ്രതീകമാണ്. 2 കാര്യങ്ങൾ എപ്പോഴും ഓർക്കണം. ഒന്ന്, ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം പ്രതികർമ്മങ്ങളുടെ കർമ്മം ഒരു ചക്രമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കടന്നു വരുന്ന ദോഷങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ നിങ്ങളിനി എന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നു, എന്തിനനുഭവിക്കുന്നു ചോദിച്ച് സമയം കളയരുത്. കാരണം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കണം. അത് കടന്നു വന്നേ പറ്റുള്ളൂ. അപ്പം കർമ്മങ്ങൾക്കെല്ലാം കർമ്മദോഷങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിനെ പൂർവജന്മ പാപം എന്നൊക്കെ വിളിക്കുന്നത്. പൂർവ്വജന്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ ജന്മത്തിൻ്റെ ആണെന്ന്. അങ്ങനെയല്ല. പൂർവം ചെയ്തിരിക്കുക, ഈ ജന്മത്തിൽ പൂർവം മുമ്പ് ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾക്കെല്ലാം പ്രതിപ്രവൃത്തികൾ വരുമ്പോൾ അതിലൂടെയൊക്കെ കടന്നു പോവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം ഇനി എന്താ ചെയ്യേണ്ടത്? കഴിയുന്നതും നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന കർമ്മഫലം നല്ലതായിത്തീരും.